ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഒരുപാട് ഡിസ്ട്രെസ്സിലൂടെയും ഹാർട്ട് ബ്രേക്കിങ്ങിലൂടെയുമൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, നമുക്ക് ഇവിടെ 3 ഓഫ് സോർട്സും 9 ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജാണിത്. നിങ്ങൾ വളരെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ്. ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ നിന്നോ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ കാർഡ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം തകർന്ന അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ശരിയായ ഉറക്കം പോലും കിട്ടുന്നില്ല. രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെയാണ് ഈ 9 ഓഫ് സോർട്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ 3 ഓഫ് സോർട്സ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഹോപ്പ്ലെസ് ആണ്. എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഈ കടന്നു പോകുന്ന സിറ്റുവേഷൻ അത് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. ഇനി നമുക്കിവിടെ 7 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെയിൻ നിങ്ങളെ ഡീപ്പ് ലെവലിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യിക്കും. നിങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കും. നിങ്ങൾ മിക്കവാറും ഈ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഒട്ടും തന്നെ ബോധറല്ല, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകുന്നത് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. അത് മാത്രമാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതും. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇമോഷണലി തകർന്നു പോകരുതെന്നാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഇൻ യുവർ പവർ. നിങ്ങളുടെ ബൗണ്ടറീസ് എപ്പോഴും നിങ്ങൾ സ്ട്രോങ് ആയി കീപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. ഇപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രെസ്ഡ് ആങ്ഷ്യസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ആ ഒരു ടൈമിൽ മറ്റുള്ളവർ വന്നിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് അഡ്വൈസ് തരും. പക്ഷെ അതൊന്നും നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അതൊന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഈ ആളുകൾ എന്താണ്, നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ നിർബന്ധിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിന് ഒന്നും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് മറ്റുള്ളവർ നമ്മളിൽ നിന്ന് എടുക്കാൻ അവരെ നമ്മൾ അനുവദിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് കുറച്ച് പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ശരിക്കും ക്ഷമയാണ്. കാരണം ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ മറ്റുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കും. ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ഒരു മാസീവ് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡാണ്. എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം വേസ്റ്റായി പോകുമല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്ത. സോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും വേസ്റ്റായി പോകില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിരസിക്കപ്പെടുന്നതായി തോന്നുന്നതെല്ലാം നിങ്ങൾക്ക് റിസർവ്ഡ് ആണ്. എന്തായാലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ നിരസിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഏരിയയിൽ നിങ്ങൾക്കൊരു മാസീവ് ചേഞ്ച് വരാൻ പോവുകയാണ്. ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ഈ ക്യൂൻ ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഭരിക്കാൻ നിങ്ങളുടെ ഇമോഷനെ അനുവദിക്കാതിരിക്കുക. കാരണം ഫ്യൂച്ചറിൽ എന്താകുമെന്ന് ഇമോഷണലി ചിന്തിച്ചായിരിക്കും നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ആ ഫ്യൂച്ചറിനെ ഭരിക്കാനോ അല്ലെങ്കിൽ ഓവർറൂൾ ചെയ്യാനോ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ അലൗ ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു റോങ് ഡിസിഷൻ എടുത്താൽ നിങ്ങൾ അർഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാതെ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ, ഒരുപാട് ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പ്ലീസ് ട്രസ്റ്റ് മീ ഡിയേഴ്സ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. സ്റ്റേ സ്ട്രോങ്.
തെറ്റായ ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കരുത്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും.